യുകെയിൽ NHS പോലത്തെ ഒരു ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ നോക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് HSE നോർത്തേൺ അയർലൻഡിലേക്ക് നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നില്ല? ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കുട്ടികളുടെ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഒക്കെ തന്നെ നോക്കുന്നുണ്ട്. നഴ്സിംഗ് ആവട്ടെ, നോൺ നഴ്സിംഗ് ആവട്ടെ, പല കാറ്റഗറീസ് ഓഫ് കുട്ടികളുടെ. ഓക്കെ, ചുരുക്കം ചില കാൻഡിഡേറ്റ്സ് അല്ലാതെ മെജോറിറ്റി ഓഫ് ആൾക്കാരും നോർത്തേൺ അയർലൻഡിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് NHSൻ്റെ കീഴിലല്ല വരുന്നത്, പക്ഷേ എല്ലാം തന്നെ സെയിം പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഗവേണൻസ് സിസ്റ്റം ആണെന്നേ ഉള്ളൂ. അതുകൊണ്ട് NHSൽ കിട്ടുന്ന എന്തെല്ലാം ഓപ്ഷൻസും ഫ്ലെക്സിബിലിറ്റീസും സാലറി ആവട്ടെ കാര്യങ്ങളാവട്ടെ അതേ ഗവൺമെൻറ് സെക്ടറിൻ്റെ സെയിം കാര്യം തന്നെയാണ് HSE നോർത്തേൺ അയർലൻഡിൽ വരുന്നത്. ഓക്കെ, ആകെ ആ ഗവേണൻസിലുള്ളൊരു വ്യത്യാസം മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടപ്പോൾ അങ്ങനെയാണ് HSEനെ NHS എന്ന് വിളിക്കുന്നില്ല എന്നുള്ളത്, അല്ലേ? അത് കൈൻഡ് ഓഫ് ഹിസ്റ്ററിയിലോട്ട് നമ്മൾ പോയിട്ട് വരും. 1948 NHS ഫോം ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നോർത്തേൺ അയർലൻഡിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് മോഡൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഗ്രേറ്റ് ബ്രിട്ടൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത സമയത്ത് നോർത്തേൺ അയർലൻഡ് ഈ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിനെ അവരുമായിട്ട് അതിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഓക്കെ, ഇനി ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് നോർത്തേൺ അയർലൻഡ് അതിൽ വരത്തില്ല. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വെയിൽസും സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും മാത്രമാണ് വരുന്നത് കേട്ടോ. അതേസമയം യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമ്പോഴാണ് ഇംഗ്ലണ്ടും വെയിൽസും സ്കോട്ട്ലൻഡും നോർത്തേൺ അയർലൻഡ് കംപ്രൈസ്ഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാനിപ്പോൾ പറയാം. ഒന്ന്, നിങ്ങൾ ഈ റിയൽ ഫാക്റ്റുകൾ ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട് എന്താണെന്നുള്ള കാര്യം. രണ്ട്, നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു PR-ലേക്കോ ILR-ലേക്കോ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ വളരെ ഉപയോഗപ്പെടും. ഇപ്പോൾ നിങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഓസ്കിക്ക് കഴിഞ്ഞ് പിൻ നമ്പർ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പിൻ നമ്പർ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു HSE NI ജോബ്സിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ഒരു ഫോമാറ്റ് നമ്മുടെ ട്രാക്കിൻ്റെ ആപ്ലിക്കേഷൻസിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്, പക്ഷേ സിമിലർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ NHS ഇംഗ്ലണ്ട് നോക്കുകയാണെങ്കിലും വെയിൽസ് നോക്കുകയാണെങ്കിലും സ്കോട്ട്ലൻഡ് നോക്കുകയാണെങ്കിലും നോർത്തേൺ അയർലൻഡിൽ നോക്കുകയാണെങ്കിലും അതിനുള്ള എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും നിങ്ങൾ നഴ്സിംഗ് ആണെങ്കിലും നോൺ നഴ്സിംഗ് ആണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫർദർ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. നമ്മുടെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഈ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫ്രീ വീഡിയോസാണ്. 100-200 ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ അത് മൊത്തത്തിൽ തെറ്റായിരിക്കും. പിന്നെയാണ് വീഡിയോ കണ്ടിട്ട് റിയലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളടുത്ത് അസിസ്റ്റൻസ് വരുമ്പോൾ റിയലൈസ് ചെയ്യുന്നത് അയ്യോ ഇത്രയും മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് അത്രയും നമ്മൾ സമയം കളയുന്നത്? അല്ലേ, ഒരു ആപ്ലിക്കേഷന് മിനിമം 2-3 മണിക്കൂർ വേണം. അപ്പോൾ 100 ആപ്ലിക്കേഷൻ ആയപ്പോൾ 300 മണിക്കൂർ നമ്മളവിടെ വേസ്റ്റ് ചെയ്യാണ് മൊത്തത്തിൽ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഈ റീസെൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ വീഡിയോസ് അഡ്മിൻ ജോബ്സ് ആവട്ടെ, നോൺ നഴ്സിംഗ് ജോബ്സ് ആവട്ടെ, നഴ്സിംഗ് ജോബ്സ് ആവട്ടെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജേർണി, അവരുടെ ഒരു ഇൻസ്പിറേഷണൽ സക്സസ് ജേർണി നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിജക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടെ തന്നെയാണ് അവരും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്. ഒരു മാറ്റർ ഓഫ് ടൈമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു റെസിലിയൻസോട് കൂടി നമ്മൾ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്തായാലും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ആൻഡ് അവരും അറിയട്ടെ HSE നോർത്തേൺ അയർലൻഡിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം.